ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതികാരമോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആയുധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവഗണിച്ചാൽ മതി. അതൊക്കെ മലയാളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ട്രോൾ ചെയ്യപ്പെട്ടത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ കേട്ടോ. എപ്പോഴും പറയും ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ എന്നൊക്കെ, പക്ഷേ വെറുതെയാണ്, നമ്മൾ പ്രതീക്ഷിച്ചു പോകും. ഇതിൻ്റെ പുറകിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഋഷഭ് സാർ സെലക്ട് ചെയ്ത ശബ്ദമാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ചില സമയത്ത് സഹായിക്കാതിരുന്നിട്ടുണ്ട്. വിജയകഥ കേൾക്കാൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷമായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും മാറി. ബി ഹാപ്പി. ഹായ് എവ്രിവൺ, വെൽക്കം ടു സ്റ്റോറി സെറ്റ്. കൂടെയുള്ളത് RJ സുരാജ്. ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. RJ സുരാജ് നമ്മുടെ ഒരുപാട് വലിയൊരു ജേണിയിലൂടെ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. സോ എന്തായാലും ആദ്യം ചേട്ടനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് റെഡ് FM-ലെ RJ ആണ്, VJ ആണ്. ആൻഡ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ടൈറ്റിലായിട്ട് നിൽക്കുന്നത് കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറിന്റെ ശബ്ദം, മലയാള ശബ്ദം കൊടുത്ത വ്യക്തിയാണ്. സോ ഒരു വലിയ ജേണിയാണല്ലേ? പിന്നെ ഓഫ് കോഴ്സ് യാത്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ കോണിൽ എങ്ങനെയൊക്കെ സഞ്ചരിക്കാം എന്നതിൽ PhD എടുത്ത ആളാണ് ഞാൻ. കാരണം മുട്ടാത്ത വഴികളില്ല, അല്ലെങ്കിൽ കടയുടെ പുറത്ത് പോയിട്ട് ഹലോ അത്താഴ പ്രശ്നക്കാരുണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ പിന്നെ പിടിച്ചു കയറി ഓരോ മേഖലയിലും നമ്മളിങ്ങനെ തിളങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് വശങ്ങളുണ്ട്. ഇത്രയും വർഷത്തെ കഷ്ടപ്പാടുണ്ട്, അധ്വാനമുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു 2019 മുതലാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന ലേബലിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ 21 തുടങ്ങി വീണ്ടും ഒരു കുറച്ച് പാർട്ട് ടൈം പരിപാടികൾ നടക്കുന്നുള്ളൂ. കാരണം റെഡ് FM-ൽ നമ്മൾ തിരിച്ചു കയറി. അപ്പോൾ അത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ 25-ലാണ് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഞാനിപ്പോഴും പറയുന്നത് എല്ലാവർക്കും കഴിവുകളുണ്ടാവാം, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഒരു പെർഫോമൻസ് ഒക്കെ മനസ്സിലുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റേജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവസരം ഉണ്ടാവില്ല. അപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടി 2025-ൽ. അത് കറക്റ്റ് കാന്താരയിലൂടെ പ്ലേസ്ഡ് ആയി എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ ഋഷഭ് സാറിന് ശബ്ദം കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ആ കോടികളിൽ നമുക്കൊരു പങ്കുണ്ട്. കോടിക്കണക്കിന് സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഡബ്ബിംഗ് ഡയറക്ടേഴ്സിനോട് ചോദിക്കും ഞാനിതുപോലെ ഈ ചോദ്യം, കോടികളൊക്കെ വാങ്ങുന്നുണ്ട്, നമുക്ക് എന്താണ് ഈ കോടി? പറയും കോടിക്കണക്കിന് ആ സന്തോഷമുണ്ട്, അങ്ങനെ പറയാ. എന്തായാലും RJ സുരാജ് എന്നുള്ളൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിലേക്ക്, അതിലൊക്കെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ചേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ, മെസ്സേജ് അയച്ചപ്പോൾ, എനിക്കറിയില്ല, നമ്മൾ നേരിട്ട് അറിയൊന്നുമില്ല, എന്നെ ചേട്ടനെ അറിയൊന്നുമില്ല. അപ്പം ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ചേട്ടൻ വലിയ ലേറ്റ് ആവാണ്ട് തന്നെ, വലിയ ഡിലേ ആവാണ്ട് തന്നെ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന ഒരു അവസ്ഥയിലുണ്ടല്ലോ, ആ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പം അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ചേട്ടന് കൊടുക്കാൻ പറ്റുന്നത്, ആ ഒരു സന്തോഷം ചേട്ടന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമോ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഒക്കെ? ഓഫ് കോഴ്സ്. എന്താണെന്നറിയോ, ഇതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്തറിയോ, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതികാരമോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആയുധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവഗണിച്ചാൽ മതി, അവോയ്ഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇയാൾ എനിക്കൊരു മെസ്സേജ് അയച്ച് ഞാനത് കണ്ടു, ബ്ലൂടിക്ക് കണ്ടു, ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്ന അവിടെ അറിയാതെ ഹേർട്ട് ആവുന്നുണ്ട്. കാര്യം നമ്മളെപ്പോഴും പറയും ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ എന്നൊക്കെ, പക്ഷെ വെറുതെയാണ്, നമ്മൾ പ്രതീക്ഷിച്ചു പോകും, മനുഷ്യനല്ലേ. അപ്പോൾ എനിക്കൊരു ഇതിൻ്റെ കുറേ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ബാഡ് ഫീൽ വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. കാരണം നമ്മളൊരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഒരു തമ്പിടുന്നതിന് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 1000-ഓളം പേരൊക്കെ എനിക്ക് മെസ്സഞ്ചറിലും പിന്നെ ടൈം ലൈനിലൊക്കെ മെസ്സേജ് അയക്കും. കാരണം അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ട് നമുക്ക്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കൊടുക്കും. അന്ന് ഇതുപോലെ കുറേ ഹാർട്ട് കൊടുത്ത് ഫേസ്ബുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്തു. ഇയാളാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് കൊടുത്താക്കണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ബ്ലോക്ക് ചെയ്തു, ഹാർട്ടില്ല. പിന്നെ അപ്പം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഇത് കണ്ടിട്ട് മെസ്സേജ് അയക്കും. അപ്പം ഞാൻ തിരിച്ച് താങ്ക് യു സോ മച്ച് എന്ന് എൻ്റെ ശബ്ദത്തിൽ പറയുമ്പോൾ അവർ പറഞ്ഞ് അയ്യോ ദേ ബർമ്മ സംസാരിക്കുന്നു. അപ്പോൾ എനിക്കിത് ഈ മറ്റുള്ളവരൊരു ഹാപ്പിനെസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന, എൻ്റെ ചെറിയൊരു സമയത്ത് ഞാൻ കൊടുക്കുന്ന ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു വലിയ ഹാപ്പിനെസ് ഉണ്ട്. അത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാക്കുകളിലൂടെ ആണെങ്കിലും നിങ്ങൾ റിപ്ലൈ ഒക്കെ തരുമോ? ഞാൻ പറഞ്ഞു ഞാനെന്ത് തന്നാൽ, ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും
ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് കയറി ക്ലിക്കായി, ഒരു ഓണം ബമ്പറായി എനിക്ക്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഒന്നുമല്ല. നമ്മളങ്ങനെ പോകുന്നു, ജീവിച്ചു പോകുന്നു. എല്ലാവരും അന്നത്തിന് വേണ്ടിയാണല്ലോ ഓടുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഓടുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരെ മെസ്സേജ് അയച്ചാലും എന്തെങ്കിലും ഒരു പരിപാടി, ഇപ്പോൾ എന്നോട് എനിക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അതായത് ഇപ്പോൾ ഒരു വീഡിയോ തരുന്നൊക്കെ ചോദിച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സിലിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ റെഡ് എഫ് എമ്മിലാണെങ്കിലും ചിലപ്പോൾ ഷോയ്ക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ, അതിന് മുമ്പ് ഒരു കുറച്ച് പരസ്യങ്ങൾ എടുക്കാണ്ട് ഈ സമയത്തൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എന്താ പറയുക, അവരെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്. അപ്പം ഞാൻ പറയും നാളെ തന്നാൽ മതിയോ അല്ലെങ്കിൽ മറ്റേ തന്നാൽ മതിയോ, ശരി. പിന്നെ രണ്ടാമത് മറന്നുപോയാൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ട്, ഓ ജാടയാണല്ലേ, എന്ത് പറയാൻ. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് കൊച്ചിൻ്റെ ഒക്കെ കൂടി ഇരിക്കുമ്പോഴേക്കും ജാടയാണല്ലേ എന്ന് കാണാം. എന്താ ആ സമയത്ത് കോലും ഡ്രസ്സും എല്ലാം കണക്ക് എങ്ങനെ എടുത്തയക്കുക, ഇതൊന്നും കുറേ ആൾക്കാർക്ക് പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പല സെലിബ്രിറ്റികളുടെയും ഈ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെ അവർ വന്ന് വലുതായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അവർ തരാത്തതെന്ന്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കുന്ന അവരൊരു സെലിബ്രിറ്റി മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ ഒരു മനുഷ്യനാണ്, അവരുടെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ സ്പേസിലിരുന്ന് ഇതൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഒരു റിപ്ലൈ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതാണ് അതിനുള്ളൊരു കൺക്ലൂഷൻ. അപ്പോൾ എന്തായാലും 16 വോയിസ് സെലക്ട് ചെയ്തൊരു വോയിസ് ആണ്. ആക്ച്വലി അത് ആ ഒരു സെലക്ഷൻ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ആദ്യം അറിയില്ലായിരുന്നു, സെലക്ഷൻ പ്രോസസ്സിന്റെ ടൈം അറിയില്ലായിരുന്നു. പിന്നെ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അതെങ്ങനെ അത് ഡിഫൈൻ ചെയ്യുന്നത്? അത് ഒരു മൈൽ സ്റ്റോൺ മൊമെന്റ് എന്ന് തന്നെയാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്, ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ചില നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രിയപ്പെട്ടതായിരിക്കില്ലേ. അത്തരത്തിൽ ലൈഫിലുണ്ടായ ഒരു വലിയ 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 ഇമ്മിണി വലിയ നിമിഷമാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരുപാട് വോയിസ് അയക്കുന്നു. കാരണം ഹീറോ ചെയ്യുന്ന ഒരുപാട് പേരുടെ ശബ്ദങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ വലിയ ഹീറോസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത് ശിവകാർത്തികേയൻ, ഉണ്ണി മുകുന്ദന്, പിന്നെ അതുപോലെ തന്നെ വടിവേലു സാർ, അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെയാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ചെറിയ ക്യാരക്ടേഴ്സൊക്കെയാണ്, കഥാപാത്രങ്ങളൊക്കെയാണ്. ഇപ്പോൾ സുഴലിലൊക്കെ ആണെങ്കിൽ ദാമു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനൊക്കെയാണ് പെർഫോമൻസ് ഉണ്ട്, പക്ഷേ ഫുൾ ടൈം സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ ഹീറോ വോയിസ് അല്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡീഷൻ വിളിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് അശ്വിൻ ഖനാൽ പിന്നെ നിർമ്മലന്മാർ, ഈ രണ്ടുപേരാണ്. അപ്പോൾ അശ്വിനായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ട്, കാരണം അശ്വിൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മളെവിടെ പലപ്പോഴും വെച്ചിട്ട് പറയുമ്പോൾ അളിയാ എന്തെങ്കിലും വിളിക്കേ എന്ന് പറയുമായിരുന്നു. അങ്ങനെ പുള്ളി വിളിച്ച് നമ്മൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ബ്ലാങ്ക് സ്ക്രീനിൽ ഡബ് ചെയ്യുന്നു. എനിക്കറിയില്ലല്ലോ പടം ഇതാന്ന്. പ്രത്യേകിച്ച് ഋഷഭ് സാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡബ്ബെല്ലാം ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ മലയാളത്തിൽ ഈ ഇവർ പറയും ഇന്ന ഡയലോഗ് പറഞ്ഞിടൂ എന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞിട്ടു. ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ട് ഏതാ പടം, ഏതാ മൂവി, പറയണ്ടേ, ഇത് പറയാതെ ഞാൻ എങ്ങനെ അറിയാം. അവസാനം ഞാൻ പറഞ്ഞു ശരി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ അറിയൂ, നമുക്കൊരു വർക്ക് കിട്ടുകയാണ്, ചിക്കിളി വരട്ടെ, ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പക്ഷേ റെഡ് എഫ് എമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ അശ്വിൻ ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഏത് സിനിമയാണെന്ന് പറഞ്ഞപ്പോഴാണ് കൊച്ചു സിനിമയാണ്, കൊച്ചു ക്യാരക്ടറാണ്, ഋഷഭ് ഷെട്ടി എന്ന് പറയും, അങ്ങേർക്കാണ് ശബ്ദം കൊടുക്കേണ്ടത്, സിനിമ കാന്താര ചാപ്റ്ററാണ്. അപ്പം ഞാൻ കിളി പോച്ച് അങ്ങേന്ന് പോച്ച് കിളികളെല്ലാം ഇന്നലെ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ പോയി വീണ്ടും കണ്ടു. കാന്താര ഫസ്റ്റ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അയ്യോ ഇതൊക്കെയാണല്ലോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീലായിരുന്നു. പക്ഷേ അവിടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് 7 റീലാണ് സിനിമ ഞങ്ങൾ പറയുമ്പോൾ. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഒരു സിനിമ, പക്ഷേ അത് 7 റീല്, ദാറ്റ് മീൻസ് ഒരു 25 മിനിറ്റ്സ് 18 മിനിറ്റ്സ് അല്ലെങ്കിൽ 35 മിനിറ്റ്സ് വെച്ചിട്ടുള്ള 7 റീലാണ് സിനിമ. ഇതിൽ നിന്ന് കുറേ ഭാഗങ്ങൾ കട്ടായി പോകും, കുറേ ഭാഗങ്ങൾ ആഡ് ഓൺ ആവും, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 7 റീലിൽ ഫസ്റ്റ് റീല് കഴിഞ്ഞതിന് ശേഷം മാത്രം ആരോടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പറയാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഇന്നസെന്റ് ഏട്ടൻ അതിൽ പറയുന്ന പോലെ തന്നെ എനിക്കിത് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയണം അവസ്ഥയാണ്. പക്ഷെ പറയാൻ പറ്റട്ടെ, നേരെ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ എക്സൈറ്റ്മെന്റ് ആകുമ്പോൾ ഫേസ് ഒക്കെ ഭയങ്കര ബ്ലഷ് ആവട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് കൂടുതലത്. അപ്പൊ എന്റെ കൊളീഗ്സ് ഒക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, സുരേട്ടൻ എന്താ സംഭവിച്ചു? ഒന്നുമില്ല പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. സംഗതി ചിലപ്പോൾ ക്ലിക്കായ വലിയൊരു പരിപാടി വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിച്ചു. അങ്ങനെ ഫസ്റ്റ് റീല് ഞാൻ അയച്ചു കൊടുത്തു, ഞങ്ങൾ ചെയ്ത് അയച്ചു കൊടുത്തു. അത് പുള്ളിക്ക് ഓക്കെ ആയി. ഇതിലെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഋഷഭ് സാർ സെലക്ട് ചെയ്ത ശബ്ദമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര പ്രിവിലേജ് ഇപ്പോഴും എന്താണെന്ന് മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്. കാരണം ആ ഒരു ശബ്ദം സെലക്ട് ചെയ്ത് വഴി ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ഇത്രയും നാളത്തെ ഒരു സ്വപ്നമാണ് നടന്നത്. ഇത്രയും പേര് അറിയുക, ഒരു ടൈം ലൈനിൽ നിൽക്കുക. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ കാന്താരൊക്കെ ശബ്ദം കൊടുത്ത് നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, വിളിക്കാൻ വിട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ കൊള്ളാം.
അപ്പോൾ വലിയ കാര്യമാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ട് എനിക്ക് എൻ്റെ പ്രൊഫൈൽ തപ്പിപ്പിടിച്ച് മെസ്സേജ് അയക്കുന്ന കുറേ പേരുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിമർശനങ്ങളുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് അത് വിമർശനങ്ങളുണ്ട്. ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു രണ്ടും. കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത്രയും ബേസ് പോരാ, ഇത്രയും ശബ്ദം പോരാ എന്നൊക്കെ പറഞ്ഞാൽ അതും ഉണ്ട്. നമ്മൾ ഇപ്പോൾ എൻ്റെ ഏതോ 2-3 ഇൻസ്റ്റാ പോസ്റ്റിന് താഴെ വന്നിട്ട് അത് ശരിയായില്ല, നിങ്ങളുടെ ശബ്ദം പോരാ. ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് ബ്രോ, അക്സെപ്റ്റിങ്. എനിക്കൂടെ അതിന് പുള്ളിയുടെ കമൻറ്റിനേക്കാൾ എനിക്ക് എൻ്റെ ഇതിനുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അടുത്തതിന് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അത്രേ ഉള്ളൂ. നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ രണ്ട് സ്വീകരിക്കണ്ടേ, നല്ലതും വേണം ചീത്തയും വേണം. നമുക്ക് വിമർശനവും വേണം, അതുപോലെ നല്ലത് പറയും വേണം. നമുക്ക് നല്ലത് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, അടുത്ത പരിപാടികളിലേക്ക് നമ്മുടെ ചോരത്തിളപ്പ് കൂടുമല്ലോ. പക്ഷേ മോശം പറയുമ്പോൾ നമ്മൾ അതിനെ നോക്കും, ഒന്നും കൂടി പരിശോധിക്കും. ശരിയാണ്, ചില ഭാഗത്തൊക്കെ കുറച്ചുകൂടി നന്നാക്കാൻ വരുന്ന ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, നമുക്കൊരിക്കലും ഒരു ബാഹുബലി പോലെയോ KGF പോലെയോ ഡബ് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല ഇത്. ഇപ്പം എനിക്കും കുറച്ചുകൂടി ബേസ് കൊടുത്തിട്ട് ഇപ്പം എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. എനിക്കത് പറ്റും, പക്ഷെ അങ്ങനെയല്ല അത്. ഇതൊരു റിയലിസ്റ്റിക്കുമാണ്. അത് മാത്രമല്ല അത്രമാത്രം വലിയ ബേസ് കയറ്റണ്ട, അല്ലെങ്കിൽ അത്രയും നാച്ചുറൽ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണോ നമ്മളിലേക്ക് എത്തുന്നത് അത് ഞാൻ ചെയ്യുന്നുള്ളൂ. സംവിധായകൻ പറയില്ല നമ്മളോട് ആക്ഷൻ അഭിനയിച്ചുള്ളൂ, ഇങ്ങനെ എത്താൻ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. അതിനാണ് ഡബ്ബിംഗ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ 2 പേര് പറയുന്നു അത് ഓക്കെയാണ് സുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാ, ഇവരത് അയച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഓക്കെയാ. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു, ബാക്കി അതിൻ്റെ പരിപാടികളൊക്കെ വരുമ്പോൾ വരട്ടെ. ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 80% നല്ല വാക്കുകൾ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ആം സോ ഹാപ്പി. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഇപ്പോൾ നമ്മളൊരു വേറെ തന്നെ ഒരു മിത്തിലേക്ക് പോകുന്നൊരു മൂവിയാണത്. ആൻഡ് ആ ഒരു സോങ് കേൾക്കുമ്പോൾ തന്നെ, അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തേക്ക്. എൻ്റെ റിംഗ് ടോണാണ് ഇപ്പോൾ അത്. കാരണം മറക്കാൻ പാടില്ലല്ലോ നമ്മൾ നേരെടുത്തിട്ട്. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഒരു കോൾ വരുമ്പോഴേക്കും കാന്താര സുരാജ് എന്നാണ് വിളിക്കുന്നത്. നല്ല പേര്. ഓക്കെ. അപ്പൊ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അത് കേട്ടുകൊണ്ട് ഇപ്പൊ നമുക്ക് ആവാഹിക്കാന്ന് പറയില്ലേ, ആ രീതിയിലായിരുന്നു. അതുണ്ടല്ലോ നമ്മൾ ഡബ് ചെയ്യണ സമയത്തേ, അതായത് ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടത്തെ, അതായത് ഈ ഹോംബാലെ ഫിലിംസിന്റെ സൈഡിൽ നിന്നൊരു അദ്ദേഹം, അതായത് പേര് ഡോളർ എന്നാണ് പേര് കേട്ടോ. പുള്ളി എനിക്ക് തോന്നുന്നു അസോസിയേറ്റ് അങ്ങനെ എന്തൊക്കെയായിരുന്നു, ഈ ഹോംബാലായിട്ട് കണക്ഷൻ. അപ്പോൾ ഫുൾ ടൈം പുള്ളിയുണ്ട്. പുള്ളി അപ്പോൾ എന്താ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നതിന് മുൻപ്, എൻ്റെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പുള്ളി മൊബൈലിൽ റിംഗ് ടോൺ ഇട്ടു. അപ്പം ഞാനും ഹെഡ്സെറ്റിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവ് വൈബാണ്. ഇത് ആക്ച്വലി അവർ ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന് വേണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലാകാം, 2 ഒരു പോസിറ്റിവിറ്റിയുടെ പേരിലാവും. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഈ ക്ലിക്കായ മ്യൂസിക് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പോസിറ്റിവിറ്റി കയറില്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. ആഫ്റ്റർ ഓൾ നമുക്കൊരു ഇന്നാവാൻ പറ്റുന്ന, അതെ. നമുക്കപ്പോൾ ആ സിനിമയുടെ ഒരു മൂഡ് മനസ്സിലാവും. നമ്മളും പതുക്കെ ആ സിനിമയിലേക്ക് അങ്ങനെ ലയിച്ച് അങ്ങനെ പോകും. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസം കൊണ്ടല്ല തീർക്കുക കേട്ടോ. ബാക്കി അടുത്ത ദിവസം പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം വന്നിട്ട് ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും എടുക്കുക, വേറെ എടുക്കുക. അങ്ങനെ നമുക്ക് അലർച്ചയൊക്കെ ലാസ്റ്റുകൾ വരില്ല. എന്ന് വെച്ചാൽ ഭൂതക്കോലം കിട്ടിയിട്ടുള്ള അലർച്ചയല്ല, ഫൈറ്റ് സീനിലുള്ള അലർച്ചകൾ. ഭൂതക്കോലം കിട്ടിയിട്ടുള്ള അലർച്ചകൾ ആക്ച്വലി പുള്ളിയുടെ ഒറിജിനൽ ശബ്ദമാണ്. ആ അലർച്ച നമുക്കൊന്നും കിട്ടില്ല, കാരണം അതുപോലെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ ഒരു സൗണ്ട് മിക്സും പിന്നെ സൗണ്ട് ഡിസൈനും ചെയ്ത MR രാജകൃഷ്ണൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫീസിൽ. നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ 1000-ഓളം സിനിമകൾക്ക് ചെയ്ത ആളാണ് ഇദ്ദേഹം. പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, കാന്താര സിനിമ മിക്സ് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ, ബ്രഹ്മരക്ഷസിൻ്റെ ശബ്ദമില്ലേ, അത് ആർക്കും അറിയില്ല. അറിയോ? എനിക്കും അറിയില്ല ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഋഷഭ് ഷെട്ടി മൊബൈലിൽ, ആ മൊബൈലിൽ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇദ്ദേഹം അത് നേരെ കൊണ്ടുപോയിട്ട് സ്ക്രീനിലേക്ക് ഇടുന്നു, വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ എടുക്കുന്നത് ലിറ്ററലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷഭ് ഷെട്ടിയുടെ മനസ്സിൽ ശബ്ദമുണ്ട്. ബ്രഹ്മരക്ഷസിന്റെ വോയിസ് ഇങ്ങനെ ആകണം എന്നുള്ളൊരു മൈൻഡിൽ പുള്ളിക്കുണ്ട്. ആ വോയിസിലേക്ക് പുള്ളി എത്തുകയാണ്. അപ്പോൾ ഇവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഓക്കെ ആവണമല്ലോ. ഋഷഭിന് ഓക്കെ ആയാലേ നടപടിയാവുള്ളൂ. അപ്പോൾ സാറ് ഓക്കെ ആവുന്നവരെ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ അലർച്ചയുടെ കാര്യവും പുള്ളി അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഒരു അലർച്ച വേണം, അതൊരു ഡിവൈൻ ആയിരിക്കണം, എന്നാൽ പ്രേതം ആവരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ ചെയ്ത കാര്യമുണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞു ഇട്ട് കൊടുത്തു, ശരിയായില്ല. ഇവർ ഒന്നും പറയുന്നില്ല. വീണ്ടും ഇട്ട് കൊടുത്തു, ശരിയായില്ല. മൂന്നാമത്തെ ഒരെണ്ണം കഴിച്ചപ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് പിന്നെ എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്യാണ്, ബേസും പരിപാടി എല്ലാം ബൂസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അലർച്ച ഉണ്ടായത്. കാരണം ഞാൻ ഇൻ്റർവ്യൂ എടുത്ത അദ്ദേഹത്തെ. അപ്പോൾ രാജേഷ് സാറ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആ വോയിസ് അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരതിൽ വർക്ക് ചെയ്തു.
കുറേ ലെയറുകൾ ഇട്ടിട്ട് പിന്നെ ബേസും ട്രബിളും എല്ലാം മിക്സ് ചെയ്ത് ഭയങ്കര ഒരു വേറൊരു മൂഡാക്കി. ഇതാണ് സംഭവം. പക്ഷെ ആ അലർച്ചയാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. അതായത് ഈ ഭൂതക്കോലം കെട്ടിക്കഴിയുമ്പോൾ ദൈവികമായിട്ടൊരു ശക്തി വരും അത്ര. ഈ ശക്തി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു തരം ശബ്ദമാണത്. ആ ശബ്ദത്തിൽ പല ലെയറുകളുണ്ട്, സത്യമാണ്. നമുക്കൊരു ഭയം ഉണ്ടാവും, നമുക്കൊരു ഈശ്വര വിശ്വാസം ഫീൽ ചെയ്യും. അതുപോലെ ഇത് മനുഷ്യനല്ല ഈ ആടുന്നത് എന്നൊരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെയറുകളിലൂടെ പോകുന്നൊരു ശബ്ദമാണത്. അത് ഭയങ്കര നമുക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ഇല്ലേ, അല്ല അലറാണ്ട് പോലും നമുക്ക് ആ വേർഡ് തന്നെ ക്യാച്ച് ചെയ്ത് കറക്റ്റ് എങ്ങനെയാണെന്ന് കിട്ടില്ല. അത് എങ്ങനെയാണെന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചുമ്മാ ഇവരുടെ വന്നിട്ട് പാളിപ്പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കണ പരിപാടിയില്ല. പിന്നെ അത് മാത്രമല്ല ആ തുളു ലാംഗ്വേജ് അതങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാൻ പറഞ്ഞതൊക്കെ അവരുടെ ഒരു ദീർഘദൃഷ്ടിയാണ്. അതൊക്കെ മലയാളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ട്രോൾ ചെയ്യപ്പെട്ട നമ്മൾ എങ്ങനെയൊക്കെ എടുത്താലും. അതിന് ലാസ്റ്റ് ഭാഗം മാത്രമാണ് നമ്മൾ പ്രകാശമേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് മലയാളം വോയിസ് ആണ്. അതല്ലാതെ ബാക്കി എല്ലാം കംപ്ലീറ്റ് പരിപാടി ഗുളികനൊക്കെ ആയിട്ടൊന്നും ആടൂല്ലേ, ആ പറയുന്നൊക്കെ പറഞ്ഞിങ്ങനെ കട്ടക്കട്ട അടിക്കുന്ന സാധനമൊക്കെ എല്ലാ ഋഷഭ് ഷെട്ടിയാണ്. പുള്ളിക്ക് കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സിലായിരുന്നു. അത് പുള്ളി എക്സിക്യൂട്ട് ചെയ്തതിൽ 100-ൽ 101% വിജയിച്ചു എന്ന് തന്നെ പറയാം. അത്രമാത്രം ഗംഭീരം ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ. അതായത് പുള്ളിയുടെ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് കുരങ്ങൻ പോലത്തെ ഒരു കുറച്ച് ഇതില്ലേ വരുന്നില്ലേ, കൂട്ടം കൂട്ടമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ശബ്ദം വേണം. ഈ ശബ്ദം എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് നമുക്ക് പരിചിതമല്ലാത്തൊരു മൃഗമാണ് ആക്ച്വലി. അപ്പോൾ ഇതിനെയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതിൽ ഭയങ്കര എന്താ റിസർച്ച് ഒക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ പുള്ളി. അപ്പോൾ അത്രമാത്രം പരിപാടികൾ കാന്താരക്ക് പിന്നിൽ കിടന്നുണ്ട്. അതുപോലെ ക്യാമറ ചെയ്ത ഒന്ന് ആലോചിച്ച് നോക്കുക, മ്യൂസിക് ചെയ്തത് എല്ലാവരും കയ്യടി വാങ്ങുന്നു. സിനിമയ്ക്ക് പിന്നിൽ 5 വർഷത്തെ കഥയുണ്ട് പറയാനായിട്ട്. എനിക്ക് പറയാൻ ഒരാഴ്ചത്തെ കഥയുള്ളൂ, പക്ഷെ അവർക്ക് പറയാനായിട്ട് 5 വർഷത്തെ കഥ. അതിൽ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ലെജൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൂണ്ട് വിളയാടി എന്നൊക്കെ പറയില്ലേ, ആ ക്ലൈമാക്സിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് വേറൊരു ക്യാരക്ടറിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ആക്ടിംഗ് ഒക്കെ ഇഷ്ടമുണ്ട്. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കായിരുന്നു, കൈ വെക്കുന്നത് ഇങ്ങനെയൊക്കെ. ഒരു റോള് മാത്രമല്ലല്ലോ, എഴുത്ത് മുതൽ സംവിധാനം മുതൽ എല്ലാം ചെയ്തിരിക്കുന്നു. ലാസ്റ്റാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മായക്കാര എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറില്ലേ, മായക്കര, ആ കഥാപാത്രവും പുള്ളിയാണ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചില്ല. അപ്പൊ ആക്ച്വലി അതിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ റോണക് സേവ്യറാണ്, മലയാളത്തിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ബോഡി മാത്രമാണ് അതിൽ VFX ചെയ്തെന്ന് ഒതുക്കിയത്, ബാക്കിയൊക്കെ പുള്ളി തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ക്യാരക്ടറും പുള്ളി ചെയ്തു, നായകൻ ചെയ്യുന്നു, പിന്നെ രചന, സംവിധാനം, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ കേട്ടോ. ഒരു രക്ഷയില്ല, ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ കൂടെ ഒരു ചെറിയ പോയിന്റിലാണെങ്കിൽ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണാണ്. അതിന് ഏറ്റവും വലിയ താങ്ക് ഗോഡ്. ഇതിപ്പം ഋഷഭ് സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ചേട്ടൻ്റെ വോയിസ് ഋഷഭ് സാർ തന്നെ സെലക്ട് ചെയ്തപ്പോൾ അപ്പം ഋഷഭ് സാർ എന്നുള്ള അദ്ദേഹം എന്നുള്ളൊരു ഒരു ആക്ടർ മാത്രമായിട്ടാണോ തോന്നിയത്, അത് ഈ പറഞ്ഞ ഒരുപാട് ആസ്പെക്റ്റ് ഉള്ള ഒരുപാട് സ്കില്ലുള്ള ഒരു വലിയൊരു വ്യക്തിയാണ് ഇതിലേക്ക് എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു മാറ്ററാണോ വന്നത് ആദ്യം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ആക്ടർ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് ഈ ശബ്ദമായിട്ട് ഋഷഭ് ഷെട്ടിയുടെ ശബ്ദമായിട്ട് കുറച്ചെങ്കിലും മാച്ച് ചെയ്യുന്നൊരു വോയിസ് വേണമെന്ന് പുള്ളി പറഞ്ഞത്രേ. നീ എന്നോട് പറഞ്ഞല്ല കേട്ടോ, ഡബിങ് ഡയറക്ടേഴ്സിനോട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെ നിനക്ക് എവിടെയോ ഒരു പുള്ളിയുടെ ഒരു ബേസ് ഉണ്ടെന്ന് പുള്ളി നോക്കിയപ്പോൾ ഈ വോയിസ് മതി എന്ന് പുള്ളി സെലക്ട് ചെയ്തു. ആ മൊമെൻ്റാണ് ലൈക്ക് നമ്മുടെ ലൈഫിൽ ഋഷഭ് ഷെട്ടി തന്നെ സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ, അത് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ഒരു 2 കോൺ ഐസ്ക്രീമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു ചിരി സന്തോഷം, അതുപോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത്രയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കുട്ടി പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സത്യമാണ് എന്തൊക്കെ ലെയറിലുള്ള ആളാണിത്, ഒരു ആക്ടർ മാത്രമല്ലല്ലോ. അപ്പോൾ അത്രയും വലിയൊരു ലെജൻഡ് നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ലോട്ടറി തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പം ഇത്രയും നാളും ഇവിടെ ഞാൻ ഇരുന്നോണ്ടിരുന്ന ചെയറിൽ ഇരിക്കുന്ന ആളാണ്, ഇന്നലെ ഇരുന്നു. ഓക്കെ, ഇപ്പോഴും ഇരുന്നോണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ അവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ജേണി ഉണ്ടല്ലോ, വളരെ ദൂരം, ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ എങ്കിലും ആ ഒരു ജേണി എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു വലിയ ജേണി തന്നെയാണ്. അപ്പോൾ ആ ജേണീനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് നമ്മളൊരു കാര്യം മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും അത്ര ദൂരം സഞ്ചരിക്കുക. പക്ഷേ അതിൻ്റെ ഇടയിൽ പ്രതിസന്ധികളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, ഒരുപാട് വിമർശനങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മളെ വഴി വരെ തടഞ്ഞിരിക്കും.
ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. ലൈഫ് അങ്ങനെയാണല്ലോ, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പക്ഷെ ഒരിക്കലും നേരെ നേരാവുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വളവുണ്ടാവും, തിരിവുണ്ടാവും. ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്താ അറിയോ, ഒരു വളവിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു വളവിനപ്പുറത്ത് ഒരു തമിഴ് ലോറി ഒക്കെ ഉണ്ടാവും മേ ബി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിലും അതിൽ പോകുന്ന സമയത്തൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻജോയ്മെൻറ്റ് വേണം. അതായത് അവനവൻ സന്തോഷിക്കുക എന്ന് പറയും. അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ബാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് മറ്റാരെ സന്തോഷിപ്പിക്കാനും പറ്റില്ല, നമുക്ക് ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പം ഞാൻ മനസ്സിൽ കണ്ട കുറേ കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇൻസൾട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ചില സമയത്ത് സഹായിക്കാതിരുന്നിട്ടുണ്ട്. ചില ആൾക്കാർ തഴഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വട്ടം കൂടിയിരുന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വേറെ പരിപാടി അല്ലെങ്കിൽ വേറെ റൂട്ട് പൊക്കൂടെ, ഈ റൂട്ട് ശരിയാവില്ല എന്നൊക്കെ പറയുന്നത് എൻ്റെ റൂട്ട് ഇതല്ല. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് എനിക്കല്ലേ അറിയൂ. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും ഇല്ലേ, നമുക്ക് ആക്ച്വലി നമുക്കൊരു ലക്കി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ കാന്താര വരെ നമ്മൾ വെട്ടിപ്പിടിച്ചതാണ്. നിവിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് അത്രയും പറയാനുള്ള ഒരു സാധനമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഇത്രയും പ്രായത്തിനിടയിൽ വെട്ടിപ്പിടിച്ച കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഈ കാന്താര എന്ന് പറഞ്ഞ സിനിമ ഉൾപ്പെടെ. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഒരുപാട് സ്ഥലത്ത് നിന്ന് അവഗണന വരുമ്പോഴേക്കുണ്ടല്ലോ നമ്മളിങ്ങനെ മടുത്തു പോവും, നെഗടിക്കും. പിന്നെ ശീലമായി. പിന്നെ ഞാൻ ആദ്യം അവഗണനയാണ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈക്ക് പോരട്ടെ സോണിയ പോരട്ടെ, എനിക്കിത് പുല്ലാണ്, വാ ഇങ്ങോട്ട് വാ എന്ന മൈൻഡിലാവും. ഇപ്പോൾ എന്നെ ആർക്ക് വേണമെങ്കിൽ വിമർശിക്കാം, എനിക്കതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ തളർന്നു പോയത്, തളർന്നു പോയാൽ തീർന്നു. നമുക്ക് എല്ലാവർക്കും ഒരു സ്വകാര്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ. ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ പറയില്ല. ഈ പറഞ്ഞു കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ പ്രശ്നം. ഒന്നും ആവില്ല, ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ വേറൊരാൾ ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ എന്താ എനിക്കൊന്നും വരാത്ത, എനിക്കൊന്നും ശരിയാവാത്ത. പക്ഷെ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല 2025 ഡബ്ബിംഗ് എന്ന് പറയുന്ന മേഖലയിലൂടെ എന്നെ ഇങ്ങനെ കുറേ പേര് ഇൻ്റർവ്യൂ എന്നൊക്കെ. ഞാൻ ഇപ്പോഴും ഇത്രയും വർഷം RJ ആയിരുന്നു. ഏകദേശം ഒരു 2014 മുതൽ നമ്മൾ RJ ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. 10 വർഷത്തിലേറെ ഈ പണിക്ക് നടക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് RJ അവാർഡൊക്കെ കിട്ടി 2024. അപ്പോൾ ആ മേഖലയിൽ നിന്ന് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി. പക്ഷെ ഡബ്ബിങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെയും നമ്മൾ കുറച്ച് എഴുതുമായിരുന്നു. ഇപ്പം ഒക്കെ സ്റ്റോപ്പായി, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ സിനിമയൊക്കെ എഴുതുമെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രഷറുകൾ പല സൈഡിൽ നിന്നൊക്കെ ഉണ്ട്. കൂട്ടുകാരന്മാരെ നിനക്കത് പറ്റിയ മേഖലയാണ്, എഴുത്. കാരണം നമ്മൾ കുറേ വെബ് സീരീസുകൾ, ഷോർട്ട് ഫിലിംസ് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ റെഡ് FM വേണ്ടിയിട്ടുള്ള കോമഡി സ്പാർക്കിളേഴ്സ്, മിസ്റ്റർ 11 ഒക്കെ ഞാനാണ് ഒരു 2 വർഷമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ ഫുള്ള് ഞാനായിരുന്നു, പല ശബ്ദങ്ങൾ ഞാനായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ സൂര്യ TV മുതൽ അങ്ങനെ കുറേ TV-കളിൽ കൗമുദി ഉൾപ്പെടെ, ഫ്ലവേഴ്സ് ഉൾപ്പെടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്നും താരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജേഷ് ചേട്ടൻ്റെയൊക്കെ മെയിൻ ആങ്കറായിരുന്നു ഞാനൊരു സമയത്ത്, ഓടക്കുഴൽ വിദ്വാൻ രാജേഷ് ചേട്ടൻ. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികൾ, റെഡ് FM-ൻ്റെ തന്നെ ചിങ്ങനിലാവ് എന്ന് പറഞ്ഞ ദുൽഖറുള്ള പരിപാടിയിലൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം വൈഡായിട്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ട് തീർന്നു. അപ്പം ഞാൻ പറയുന്നതാണ്, എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. സിനിമാക്കാർ പറയില്ലേ, ഒരു വ്യാഴാഴ്ചയോ ഒരു വെള്ളിയാഴ്ചയോ മതി അവരുടെ ലൈഫ് മാറാൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു ദിവസമുണ്ട്. പക്ഷെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് എനിക്ക് തീർന്നു, എനിക്ക് ഇനിയൊരു ജീവിതമില്ല, ഞാൻ തിരിച്ചു പോകണമെന്നാണ് പോകരുത്. നമ്മളെപ്പോഴും നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഇടനാഴിയിൽ അവിടെ വെച്ചേക്ക്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുക. അതിന് വേണ്ടി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മാറ്റി വെക്കുക. അത്രയുള്ള പരിപാടി. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജോലി കഴിയുമ്പോൾ എനിക്ക് സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്ന് എൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാം. പക്ഷെ ഞാൻ പോകുന്നത് ഡബ് ചെയ്യാനാണ്. 7 മണിക്ക് ഇറങ്ങിയാൽ പോയിട്ട് ഡബ് ചെയ്തിട്ട് ചിലപ്പോൾ വീട്ടിലെത്തുന്നത് 10-11 മണിക്കാണ്. ഇതെൻ്റെ പാഷനും കൂടിയാണ്, എൻ്റെ ഇഷ്ടവും കൂടിയാണ്, എൻ്റെ അന്നവും കൂടിയാണ്. അപ്പം നമ്മൾക്ക് ഈ 2 മേഖലയിൽ നിന്നും മുന്നോട്ട് പോകുന്ന സമയത്താണ് ശനിയാഴ്ച ഒരു ആങ്കറിങ് വരുന്നത്. അത് കോഴിക്കോടായിരിക്കും, ചിലപ്പോൾ കണ്ണൂരായിരിക്കും. നേരെ അതിന് പോകും, കോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത് പിന്നെ അതിന് വെച്ച് പിടിപ്പിക്കലേ പരിപാടി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സൺഡേ ഈവനിങ് ആവും. ഒരാഴ്ച പോയി. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ വലിയ എവിടെ നിന്ന്. പക്ഷേ ഇതിനു വേണ്ടി നമ്മളിടുന്ന എഫേർട്ടില്ലേ, അതാർക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് ആക്ച്വലി ഒരു ഫ്രീ സ്പേസ് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ കാന്താര തന്നെ ചെയ്തത് ഈ റെഡ് FM-ൽ ജോലി കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഞാൻ അവിടെ കിടന്ന് 3 മണിക്കൂർ ലൈവ് ഷോ ചെയ്യുന്നു, പിന്നെ പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കാന്താര പോയി ഡബ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ പറയും, രാവിലെ വന്നാൽ കുറച്ചും കൂടി ബേസ് കിട്ടും, രാവിലെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ രാവിലെ ചെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഓഫീസിലെത്തേണ്ട സമയം. ഈ സാധനം ഉണ്ടല്ലോ പഞ്ച്, അവിടെ നമ്മൾ കൊണ്ട് കൈവെക്കണം. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവരുടെയും, എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും. ഒരു പണക്കാരനെ നോക്കിയിട്ട് പറയില്ല എന്ത് കാശയൊക്കെ, പക്ഷെ അയാൾ വന്ന വഴികൾ ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് ചവിട്ടി. അന്നൊന്നും അയാളെ ആരും ഒരു പട്ടി പോലും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല.
പക്ഷേ വിജയകഥ കേൾക്കാൻ അല്ലെങ്കിലും മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. വിജയിച്ചതിന് ശേഷം വിജയകഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ തന്നെ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഡബ്ബിങ്ങിനെ കുറിച്ച് ആരും ചോദിക്കാറില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റോ ഏതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിൻസോ, യശോദേ, അല്ലെങ്കിൽ ഇത് അത് ഓക്കെ, സീരിയൽ കന്യാദാനം കാണാറില്ല, ഓക്കെ, ഇങ്ങനെ കുറഞ്ഞെന്ന് പറയും. ഇപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുണ്ട്, കാന്താര, ഋഷഭ് ഷെട്ടി, മാൻ, ഇതാണ് സാധനം. അപ്പം നമുക്ക് ഈ ലോകം അറിയുന്ന അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരിപാടി മതി. ആ പരിപാടിയിൽ നമ്മളൊന്ന് റെക്കഗ്നൈസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് പിടിച്ച് നൈസായിട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇനി മുന്നോട്ട് അതെ, അങ്ങനെ മുന്നോട്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാര്യം കേട്ടോ. ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, അടുത്ത സിനിമയായോ, അടുത്ത സിനിമ. ഞാൻ പറയട്ടെ, ഇത് അഭിനയ പരിപാടിയല്ല, എൻ്റെ പെർഫോമൻസിൻ്റെ അടുത്ത പരിപാടിയല്ല. ഇതുപോലെ ഒരു വലിയ സിനിമ വരണം, വോയിസ് ടെസ്റ്റ് വരണം, എൻ്റെ സൗണ്ട് ഓക്കെ ആവണം, ആ കഥാപാത്രത്തിന് ചേരണം, കുറേ പണികളുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഇതുകൊണ്ട് അടുത്ത സിനിമ കിട്ടണം എന്നില്ല. ഇതിപ്പോൾ സംഭവിച്ചു, അത് വലിയ ഭാഗ്യം. പക്ഷെ അടുത്തത് വരണമെങ്കിൽ നമുക്കിതുപോലെ സാഹചര്യം വരണം, ഈ സിനിമ വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഋഷഭ് സാറിന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ശബ്ദം വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ എന്നെ വിളിക്കുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വിളിച്ചില്ലെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ പുള്ളി പറയണം കുറച്ചുകൂടി വേറൊരു വോയിസ് നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ കിട്ടുന്നത് വാങ്ങി സന്തോഷമായിട്ട് പോവാം. കൂടുതൽ ഡെസ്പിലേക്കോ കൂടുതൽ പരിപാടിയിലേക്കോ പോകരുത്. ഫോക്കസ് ചെയ്യുക ലൈഫിൽ, പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. സന്തോഷമായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കാൻ പറ്റും. ബി ഹാപ്പി ഓൾവേസ്. അപ്പോൾ എന്തായാലും ചേട്ടൻ കുറേ പരിപാടികൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ പലരും പറയുന്നത് സമയമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം മാനേജ്മെൻറ്റിന് എങ്ങനെ പറയേണ്ടത്? ആവശ്യക്കാരന് ഔചിത്യമില്ല, ഒറ്റ വാക്കാണ്. അതായത് എനിക്ക് ആവശ്യമാണ്, എനിക്ക് സമയം കണ്ടെത്തിയേ പറ്റൂ. ഇപ്പം നമ്മൾ പറയുന്നില്ലേ ബിസിയാണെന്ന് പറഞ്ഞില്ലേ, 24 മണിക്കൂർ ബിസി അല്ലല്ലോ. ഇപ്പം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മിസ് കോൾ വന്നാൽ 24 hours മുമ്പ് തിരിച്ച് വിളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ല പ്രായം തുടങ്ങിയിട്ട് ഞാൻ ശീലിച്ചൊരു കാര്യം. അത് എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, ഈ കസ്റ്റമർ കെയറുകാരെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഞാൻ. ആരോട് അല്ല സാർ, എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു, സാർ ഇങ്ങനെ കാനറ ബാങ്കിൽ നിന്നായിരുന്നു സാർ, ഒരു ലോണിൻ്റെ കാര്യം. ഓക്കെ, താങ്ക് യു, വെച്ചോളൂ, ഇങ്ങനെ വരെ ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് മിസ് കോൾ ഇങ്ങനെ റെഡിൽ കിടക്കുമ്പോഴേ ഒരു ഭയങ്കര പ്രശ്നമാണത്. ഒന്നുമില്ല, തിരിച്ചൊന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് വാട്സപ്പിൽ അയക്കും, വിളിക്കാട്ടോ ഒത്തിരി തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ട് വിളിക്കും. ഇതെന്താ വെച്ചാൽ നമ്മളൊരിക്കലും ഒരു മനുഷ്യനെ അവോയ്ഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യമായിട്ട് നമുക്ക് ഗുണമാണത്, നല്ല കാര്യം. അതായത് നമ്മളുടെ മനസ്സാക്ഷിനെ ബോധിപ്പിച്ചാൽ മതി, വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ടൈം മാനേജ്മെൻറ്റ് കാര്യം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും, എത്ര തിരക്കാണെങ്കിലും. ഇപ്പോൾ ലാലേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം തന്നെ എത്ര പരിപാടിക്ക് പോകുന്നുണ്ട്. ഷൂട്ടും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോവുക. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടി നടന്നു, ഏതാണ് തുടരും സിനിമയുടെ സക്സസ് മീറ്റ്. പറയുകയാണ്, ബോംബെയിൽ നിന്ന് 11 മണിക്ക് വന്നിട്ട് 1 മണിക്കൂറായിട്ട് കിടന്നുറങ്ങി, നേരെ വീണ്ടും 650 പേരോടൊപ്പം ക്രൂവിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തു. ഓരോരുത്തരായിട്ട് വന്ന് എടുക്കുന്ന 650 പേരോടൊപ്പം ഫോട്ടോ എടുത്തു ഒറ്റ നിൽപ്പിന്. അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വന്ന് 10 മണി 10:30 വരെ സ്റ്റേജും പിന്നെ ഫ്രണ്ടിലിരിക്കലും, പിന്നെ സ്റ്റേജും ഫ്രണ്ടിലിരിക്കലും. കാരണം പുള്ളി പോകുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ആദരിക്കുന്നു പുള്ളിയെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ലഭിച്ച ആളല്ലേ, ആദരിക്കുന്ന സമയത്ത് കയറുന്നു. അപ്പോൾ ലാലേട്ട ഫ്രണ്ടിലേക്ക് ഇരിക്കുക, ലാലേട്ട വീണ്ടും നമ്മൾ വിളിക്കാം എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ അടുത്തത് പ്രൊഡ്യൂസർ രഞ്ജിത്ത് ഏട്ടൻ കയറുന്നു, അപ്പോൾ ലാലേട്ടനെ വിളിക്കുന്നു, ലാലൊന്ന് വരൂ, നമുക്ക് ഇങ്ങനെ എല്ലാ ലെജൻസും വരുമ്പോൾ ലാലേട്ടൻ വീണ്ടും ചെല്ലുന്നു. ഇതൊക്കെ കണ്ടുപഠിക്കുകയാണ് നമ്മൾ. അതായത് എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചില്ല, അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ആൾക്കാർ. അതുപോലെ ഇപ്പോൾ നമ്മുടെ ബിസിനസ്മാൻ യൂസഫ് അലി സാറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവരുടെ ഒരു റുട്ടീനായി കഴിഞ്ഞു. ഇങ്ങനെയാണ് അവർ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കോൾസിലുണ്ടാവും അല്ലേ, എത്ര മെസ്സേജസ് ഉണ്ടാവും. ലാലേട്ടൻ്റെ പ്രത്യേകം എന്താ അറിയൂ, എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ വരുന്ന ഏകദേശം മെസ്സേജുകൾക്ക് പുള്ളി റിപ്ലൈ കൊടുക്കും. ഗോഡ് ബ്ലെസ് യു എന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലവ് ഹാർട്ട് ആയിരിക്കും. മമ്മൂക്കയും കൊടുക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആക്ടേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ചെറിയ ആൾക്കാരൊക്കെ എന്താ ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കില്ല, നമ്മൾ ബെഡിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു പ്രൊഡക്റ്റീവായിട്ട് ആലോചിച്ച് നോക്കണം. അപ്പോൾ ബാക്കി ആൾക്കാർ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു ഹോം ലോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകും ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ പ്രഷർ വരും ഇങ്ങനെ. കാരണം ഒരു ബാങ്കായിട്ട് നമ്മൾ സംയുക്തമായിട്ടുള്ള, എൻ്റെ HDFC ബാങ്കാണ്, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മേടിച്ചിരിക്കുന്നത് എൻ്റെ വീട്. അതിപ്പോൾ എനിക്ക് എൻ്റെ പേരിലേക്ക് ആക്കണം എന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഓട്ടം ഞാൻ കൂടുതൽ ഓടുന്നുണ്ട്. അത് ഇനിയും ഞാൻ ഓടാണ്ടിരിക്കാൻ പറ്റൂല. കാരണം 10-ാം തീയതി പറഞ്ഞ ദിവസം നമ്മളുടെ എമൗണ്ടിന് ഈ സാധനങ്ങൾ ഡെബിറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. ഏത് നേരത്താണോ. പിന്നെ ഈ പറഞ്ഞ മാസാവസാനം വരുന്നു, 20-ാം തീയതി കഴിഞ്ഞാൽ നമ്മൾ ചിലവൊക്കെ ചുരുക്കുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഡബ്ബിങ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്.
ഓക്കെ. അപ്പൊ നമ്മൾ ഈ സീരിയലിൽ ഡബ് ചെയ്യുന്നുണ്ട്, ആ പേയ്മെന്റ് ഒക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും വരിക. ഈവൻ ചിലപ്പോൾ ഒരു 3000 5,000 ആണെങ്കിലും ആ സമയത്ത് നമുക്ക് ഇത് കിട്ടുമ്പോൾ ഓ പൊളി, 28-ാം തീയതി ഒക്കെ ഈ സാധനം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സമയത്ത് മറ്റേ പുറത്ത് പോയി ചായ കുടിച്ചാലും പണ്ടൊക്കെ ഇപ്പൊ റീല് കണ്ടിട്ടില്ലേ, അപ്പൊ ചേട്ടാ പൊറോട്ടയും ചിക്കനും പിന്നെ ബീഫും എല്ലാം പൊറോട്ട ഇട്ടാ ഒരു പ്ലേറ്റ് എടുത്തു, നോ പ്രോബ്ലം. എപ്പോഴൊക്കെയാണ് എന്താ ഉള്ളത്, പൊറോട്ട ഇത്തിരി ചാറും ഒരു ചായയും. 20-ാം തീയതി കഴിയുമ്പോൾ എല്ലാ കോർപ്പറേറ്റ് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അത്യാവശ്യം ഒരു സാധാരണക്കാരുടെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ 5-ാം തീയതി ആകുമ്പോൾ സാലറി, പിന്നെ ഒരു 5 ദിവസം കുബേരൻ. അതായത് എവിടെയൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ അതൊക്കെ ചെയ്യുക, വീട്ടിലൊക്കെ വീട്ടുകാരെ കൊണ്ടൊക്കെ പുറത്തൊക്കെ പോയി സിനിമയൊക്കെ കണ്ട് ഒരു ദിവസം പൊളിക്കുക, പിറ്റേ ദിവസം മുതൽ വീണ്ടും നമ്മൾ ഒതുങ്ങുക, 20-ാം തീയതി ആകുമ്പോൾ കടം മേടിക്കുക, 5-ാം തീയതി തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ സൈക്കിളാണ് ഇങ്ങനെ. ഇതാണ് ലൈഫ്. ഇത് ആക്ച്വലി ഒരു വീട് മേടിച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ലോൺ അടയ്ക്കാനായിട്ട് ഒരു ലൈഫ് മൊത്തം സ്പെൻഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ സ്വന്തം വീടിൻ്റെ മറ്റേ ഇറയത്ത്, അതായത് ഫ്രണ്ടിൽ ഉമ്മറത്തിരിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ റൂമിൽ കട്ടിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ടേണിംഗ് പോയിന്റിൽ ഒന്നായിട്ട് കൂട്ടുന്നത് ഈ വീട് മേടിക്കുക എന്നുള്ള പരിപാടിയാണ്. പക്ഷെ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടും കാണുന്നില്ല, വളരെ നെഗറ്റീവായിട്ടും കാണുന്നില്ല. ഞാൻ മേടിച്ചു എന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഭാരിച്ച ലോൺ പരിപാടി ഭീകരമാണ്. കാരണം നമുക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ലെങ്കിൽ 8-ന്റെ പണി കിട്ടും. അത് കറക്റ്റാ, അവർക്കറിയേണ്ട കാര്യമില്ല നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു. അവർക്ക് 10-ാം തീയതി എന്നുള്ള സമയത്ത് ആ EMI കൊടുത്തേക്കണം. അത് അവരങ്ങനെയുള്ള പൈസ തന്നിരിക്കുന്നത്. ഇതാണല്ലോ ഉടമ്പടിയാണുള്ളത്. അപ്പോൾ സംയുക്തമായിട്ടുള്ളത് നമ്മൾ സ്വന്തമാക്കി. അപ്പോൾ ഇത് രണ്ടുപേരും ചേർന്നുള്ള പരിപാടി. ഞാൻ HDFC കൂടിയാണ് എൻ്റെ വീട് മേടിച്ചത്, അതിൻ്റെ പേരിലേക്ക് ഞാൻ ഉടനെ ആക്കും. അതെ, അതിനുള്ള ഓട്ടമാണ്. അപ്പോൾ രാവിലെ ഡബ് ചെയ്യുന്നു, പോയി ജോലി ചെയ്യുന്നു 8-മുക്കാൽ മണിക്കൂർ, പിന്നെ വീണ്ടും വരുന്നു, ഡബ് ചെയ്യുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിലിപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഓടിയില്ലെങ്കിലാണ് പ്രശ്നം ഇപ്പോൾ. അതായത് ഈ ബൈക്ക് ഓടിച്ച് ബുള്ളറ്റും ഞാനും കൂടിയുള്ള യാത്ര എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിപ്പോൾ ഓടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കണം, എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കണം, കൂട്ടുകാരൊപ്പം ഒന്ന് ഇരിക്കണം എന്നൊക്കെ ചില സമയത്തൊക്കെ തോന്നും. പക്ഷെ വീണ്ടും നമ്മൾ വർക്ക് ഹോളിക്ക് ആകുമ്പോൾ പരിപാടി അടിപൊളിയാണ്. എന്ന് വെച്ചാൽ എത്ര നാൾ ഓടാൻ പറ്റും. അപ്പോൾ പരമാവധി വർക്ക് ചെയ്യുക, പരമാവധി പരിപാടികളൊക്കെ സിമ്പിളാക്കുക, ഈ ലോണൊക്കെ തീർത്ത് സമാധാനമായിട്ടൊന്നിരിക്കുക എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പോലെ എൻ്റെ മനസ്സിൽ.